WTO and Indian industrial sector. WTO has been urging India to lower import duties, remove controls in consumer goods imports, reduce quantitative restrictions, etc. Under the Uruguay Rounds Agreement, India offered to reduce tariffs in capital goods, components, intermediate goods, and industrial raw materials. This reduction in tariffs was to be achieved by the year ending 2000. Since India followed the agreement, the tariffs have been reduced year after year to conform to the WTO provisions. As the protection afforded by import duties gradually disappeared, Indian industry had to face increasing competition from foreign goods. As a result, many industrial units are being closed and cheap import have become an important cause of recession in Indian industry. ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ WTO തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. എല്ലാ കാലഘട്ടത്തിലും WTO ഇന്ത്യയോട് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാനും കൺസ്യൂമർ ഗുഡ്സിൽ ഉണ്ടാകുന്ന അതിന്റെ ഇറക്കുമതിയിലുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കാനും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാനും എല്ലാ കാലത്തും WTO ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഉറുഗ്വേ റൗണ്ട് ഓഫ് എഗ്രിമെന്റിൽ ഇന്ത്യ ഈ കാര്യങ്ങൾ ഓഫർ ചെയ്തത്. കാരണം ക്യാപിറ്റൽ ഗുഡ്സിന്റെ ടാരിഫ് കുറയ്ക്കാനും അതുപോലെ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെയും ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസിന്റെയും ഒക്കെ ടാരിഫ് കുറയ്ക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഈ ടാരിഫ് കുറയ്ക്കൽ ഗവൺമെന്റ് 2020 കൂടി ഗവൺമെന്റ് അത് പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്ത്യ ഈ ഒരു എഗ്രിമെന്റ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഫോളോ ചെയ്യുന്നത് തന്നെ ഇന്ത്യ ഓരോ വർഷവും അതിന്റെ ടാരിഫ് ക്രമാതീതമായി കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. അത് ഡിസപ്പിയർ ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ വ്യവസായങ്ങളുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും വിദേശ വസ്തുക്കളുടെ കടന്നുവരവ് ഇന്ത്യയുടെ വ്യവസായങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ വ്യവസായങ്ങൾ ഇന്ത്യയിൽ കൂട്ടിക്കെട്ടുകയും ചെയ്തിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹാവ് ടു compete not only with the large units within the country, but also with the cheap imported products. Consequently, a very large number of small scale industrial units are becoming sick or have closed down. Dumping of Chinese goods has seriously affected small scale industry sector. നമ്മുടെ ചെറുകിട വ്യവസായ മേഖല ഇന്ത്യയിൽ നിന്നുള്ള വൻകിട വ്യവസായങ്ങളുടെ കോമ്പറ്റീഷൻ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളോടുകൂടി കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. കാരണം അത് വളരെ വില കുറഞ്ഞ വസ്തുക്കളാണ് ഇമ്പോർട്ട് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ധാരാളം ചെറുകിട യൂണിറ്റുകൾ ഇന്ത്യയിൽ കൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ സെക്യൂണ്ടായി മാറുകയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് ഗുഡ്സിന്റെ ഒക്കെ ഇങ്ങോട്ടേക്കുള്ള ഡംപിങ് നമ്മുടെ വ്യവസായ മേഖലയെ തകർത്ത് കളഞ്ഞു തന്നെ നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറും ഇക്കണോമിക് ഡെവലപ്മെന്റ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. An economy's infrastructure is divided into two parts: social infrastructure and physical infrastructure. Social infrastructure is concerned with the basic needs of a society like health services, drinking water, etc. Physical infrastructure is directly concerned with the needs of such permanent sectors as agriculture, industry, trade, etc. Infrastructure has two-way relations with economic growth, and economic growth brings about changes in infrastructure. ഇൻഫ്രാസ്ട്രക്ചറും ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ എന്ന് നോക്കുമ്പോൾ ഒരു ഇക്കോണമിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് രണ്ടെടുത്തിരിക്കാം. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്താ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ? അത് പ്രധാനപ്പെടുന്നത് സൊസൈറ്റിയുടെ നീഡ്സ് ആയിട്ടുള്ള ഹെൽത്ത്, ഡ്രിങ്കിങ് വാട്ടർ മുതലായവയാണ്. എന്താ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ? അത് ഒരു സ്റ്റേറ്റിന്റെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങൾ, കാർഷിക മേഖലയും വ്യവസായ മേഖലയും അല്ലെങ്കിൽ ട്രേഡായും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് രണ്ട് രീതിയിലുള്ള ബന്ധമുണ്ട് ഇക്കണോമിക് ഗ്രോത്തിൽ. അതുപോലെ ഇക്കണോമിക് ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന പുരോഗതി ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കും. ഇക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാകുന്ന പുരോഗതി ഇൻഫ്രാസ്ട്രക്ചറിലും ഡെവലപ്മെന്റ് ഉണ്ടാക്കും. സോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട്സ് ഗ്രോത്ത്. ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. ഔട്ട്പുട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ സച്ച് ആസ് പവർ, വാട്ടർ, ട്രാൻസ്പോർട്ട് എക്സെട്ര ആർ യൂസ്ഡ് ആസ് ഇൻപുട്സ്. നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഔട്ട്പുട്ട് ആണ് പവർ, വാട്ടർ, ട്രാൻസ്പോർട്ട്.
ഇതൊക്കെ എന്താണ് ഒരു ഇക്കോണമി സംബന്ധിച്ച് അവരുടെ ഇൻപുട്ടായി വർദ്ധിക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സച്ച് ആസ് ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി സിഗ്നിഫിക്കന്റ്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുണ്ടാവുന്ന വർധനവ്, ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് മേഖലയിലുണ്ടാവുന്ന പുരോഗതി തീർച്ചയായും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കും. Infrastructure provides a key to modern technology in practically all sectors. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. A close association has been observed between infrastructure spending on the one hand and GDP growth on the other. GDPയുടെ വളർച്ച നിരക്കും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ. മറ്റൊന്ന്, generally around 6.5% of the total value added is contributed by infrastructure service in low income countries. വരുമാനം കുറഞ്ഞ രാജ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ വരുമാനത്തില് ഏകദേശം 6.5% മൊത്ത വരുമാനത്തിന്റെ അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യുന്നതിന്റെ 6% കോൺട്രിബ്യൂട്ട് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറാണ്. Infrastructure development is important not only for economic growth but also for poverty education. പോവർട്ടി റിഡക്ഷൻ. പോവർട്ടി കുറയ്ക്കണമെങ്കിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ, സാമ്പത്തിക വളർച്ചയ്ക്ക് മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അനിവാര്യമാണ്. Then next one is the growth and infrastructure. Growth in turn makes a demand on infrastructure. With increased income levels, the composition of infrastructure changes. In low income countries, basic infrastructure such as water, irrigation, etc. are most important. In middle income countries, demand for transport grows fast. നമുക്കറിയാം എന്താണ് ഗ്രോത്ത് ഉണ്ടായാൽ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് വർദ്ധിക്കും, ഇൻകം വർദ്ധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ തന്നെ വീണ്ടും എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും. അപ്പൊ സ്വാഭാവികമായും ഗ്രോത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന വർദ്ധനവ് ഗ്രോത്ത് റേറ്റ് വർദ്ധിപ്പിക്കാനും കാരണമാകും. അവ പരസ്പര പൂരകമാണ് നമുക്ക് പറയാൻ പറ്റും.